ഹല്ലേലൂയ. മേഘാലയയിലെ ഷില്ലോങ്ങിലുള്ള കത്തീഡ്രൽ ചർച്ചാണ്. ചർച്ചിൽ ഏകദേശം 3.5 ലക്ഷം ആളുകൾ ഉള്ള ഒരു വലിയൊരു ചർച്ചാണ്. 43 ഇടവകൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഒരു വലിയ ചർച്ചാണ് ഈ കത്തീഡ്രൽ പള്ളി എന്ന് പറയുന്നത്. 1936 ഇത് പണി കഴിപ്പിച്ചത്. വലിയൊരു മലയുടെ മുകളിലായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ മേഘാലയയിലെ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. എപ്പോഴും തണുപ്പുള്ള ഒരു പ്രദേശമാണ് മേഘാലയ എന്ന് പറയുന്നത്. വളരെ ഉയരമുള്ള സ്ഥലമാണ്. ഇവിടെ എത്തിപ്പെടുക. റോഡൊക്കെ നല്ല റോഡാണ്. എല്ലാ സ്റ്റേറ്റുകളിലും പോയി സന്ദർശിക്കുക. പൗലോസ് ലീഗൊക്കെ പല സഭകളിലും പോയി സന്ദർശിച്ചതുപോലെ എല്ലാ സ്റ്റേറ്റിലും പോയി ഓരോ ദേവാലയങ്ങളും സന്ദർശിക്കുക. അവിടെ പോയി പ്രാർത്ഥിക്കുക. അവിടെയുള്ള വില്ലേജിൽ പോകാൻ സമയം കിട്ടിയാൽ പോവുക. ഇതൊക്കെയാണ് ആഗ്രഹം. ആ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ കടന്നു വന്നത്. എന്തായാലും ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാൽ അസുഖങ്ങളോ അസ്വസ്ഥതകളൊന്നും ഉണ്ടാവാതെ കർത്താവ് കാത്ത് പരിപാലിക്കുന്നുണ്ട്. അത് നന്ദി പറയുന്നു. വളരെ പ്രശാന്ത സുന്ദരമായ സ്ഥലമാണിത്. മേഘാലയ ഒരുപാട് മൊട്ടക്കുന്നുകൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ എല്ലാ ദിവസവും കുർബാനയുണ്ട്. 1-2 കുർബാനകളുണ്ട്. വൈകിട്ടും രാവിലെയുമാണ് ഇവിടെ കുർബാനകൾ. ഒരുപാട് ആളുകൾ ഇവിടെ കടന്ന് വരുന്നുണ്ട്. ഇതൊരു ക്രിസ്ത്യൻ ഏരിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടെ കടന്നു വരുന്നുണ്ട്. വിശ്വാസത്തിൽ ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് മേഘാലയ. ഇവിടുത്തെ ആളുകളൊക്കെ വളരെ സ്നേഹമുള്ള ആളുകളാണ്. എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടിയുള്ള സംസാരവും. ഞാനിവിടെ നാട്ടിൽ നിന്ന് വന്നതാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. വളരെ സ്നേഹമുള്ള ആളുകളാണ് ഇവിടെ ഉള്ളവരൊക്കെ. വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ്. നമുക്ക് ഇവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. എല്ലാ ദേശത്തും കർത്താവിൻ്റെ കൃപ വളരെയായിട്ട് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ, നമ്മുടെ സ്വഭാവം മാറ്റിയിട്ട് നമ്മൾ നല്ല ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇങ്ങനെയുള്ള ദേവാലയങ്ങൾ സന്ദർശിക്കുന്നത് വഴിയും ധ്യാനകേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുന്നത് വഴിയുമൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതം പരിവർത്തനപ്പെടുത്തുക എന്നുള്ളതാണ് ഈശോ ആഗ്രഹിക്കുന്ന പ്രധാനമായ ലക്ഷ്യം. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുക, ഓരോ സ്ഥലത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതിലുപരി നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകൾ, നമ്മുടെ ജീവിതത്തിലുള്ള ബലഹീനതകൾ, നമ്മുടെ പരാജയങ്ങൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതിനും ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിനും നമ്മളെ കാണുന്നവരൊക്കെ, നമ്മളെ കണ്ടുമുട്ടുന്നവർ, നമ്മളോട് സംസാരിക്കുന്നവരൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിറയുന്നതിനും വേണ്ടി നമ്മുടെ ജീവിതം പരിവർത്തനപ്പെടുത്തുക. അപ്പോൾ മാത്രമാണ് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നത്. നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ കഴിയുന്നതും അപ്പോൾ മാത്രമാണ്.